ഇന്നലകളിൽ കഴിഞ്ഞുപോയ കാര്യങ്ങളെ കുറിച്ചുള്ള വിഷമം ഹുസിൻ എന്നാണ് പറയുക. ഇന്നലെ സംഭവിച്ചു പോയത്, ഇന്നലെ മീൻസ് തൊട്ടു മുമ്പ്, അതൊരു നിമിഷം മുമ്പാകാം, ഒരു ദിവസം മുമ്പാകാം, ഒരു വർഷം മുമ്പാകാം, 10 വർഷം മുമ്പാകാം. നമ്മുടെ ഓർമ്മ വെച്ച ആ നാളിൽ ഏതോ ഒരു നാളിലാവാം. കഴിഞ്ഞുപോയ കാര്യത്തെക്കുറിച്ചുള്ള വിഷമം. നാളെ വരാനുള്ള കാര്യത്തെക്കുറിച്ച് ആർക്കും വിഷമം ഉണ്ടാവില്ല, കഴിഞ്ഞുപോയ കാര്യത്തിലാണ് വിഷമം ഉണ്ടാവുക. ആ ഒരു കാര്യത്തിൽ നിന്ന് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ പരിപൂർണമായ സുരക്ഷിതരാണ്. എന്താ കാരണം? ആ നടന്നത് അള്ളാഹുവിന്റെ തീരുമാനമാണ്. ഒരു സ്വാഭാവികമായൊരു വിഷമുണ്ടാവും, അതിനപ്പുറത്തേക്ക് നമ്മുടെ കൽബിനെ അള്ളാഹുവിലേക്ക് അടുപ്പമുണ്ടാകുന്ന ആരാധനകൾക്ക് തടസ്സമാകുന്ന ഒരു പ്രയാസമോ വിഷമമോ ഒരു മുഅ്മിനായ മനുഷ്യൻ കൽബിൽ വെക്കൂല. എത്ര നാള് കഴിഞ്ഞു, എന്നാലും എനിക്കത് സംഭവിച്ചല്ലോ, എന്നാലും എനിക്ക് ആ രോഗം വന്നല്ലോ, എന്നാലും എന്റെ മാതാപിതാക്കൾക്ക് വന്നല്ലോ. എന്തെല്ലാം പരീക്ഷണങ്ങളാണ്. ഇന്നലെ സാധുവായ ഞാൻ പ്രസംഗിച്ചത് ആലപ്പുഴ ജില്ലയിൽ എറണാകുളം ഭാഗത്ത് ചേർത്തലയിലാണ്. ചേർത്തല വടുതലക്കടുത്തുള്ള പാണാവള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഭക്ഷണം കഴിച്ച വീട്ടിൽ നിന്ന് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോ വേറെ ഇറങ്ങാൻ നേരത്ത് ആ കുടുംബനാഥൻ എന്റെ കൈ പിടിച്ചിട്ട് വിതുമ്പിക്കൊണ്ട് പറയാണ്, ഉസ്താദേ ദ്വാരക്കണം. എന്റെ പ്രിയപ്പെട്ട 3 സഹോദരങ്ങൾ ബ്രെയിൻ ട്യൂമർ വന്നാണ് മരിച്ചത്. 3 പേരും ബ്രെയിൻ ട്യൂമർ വന്ന് മരിച്ചു. എന്റെ ഒരു സഹോദരി ബ്രെയിൻ ട്യൂമർ വന്ന് മരിച്ചു. എന്റെ വാപ്പയും ക്യാൻസർ വന്ന് മരിച്ചു. എന്റെ 6 വയസ്സുള്ള കുഞ്ഞും ബ്രെയിൻ ട്യൂമർ വന്ന് മരിച്ചു. എനിക്കിനി ആകെ 10ാം ക്ലാസ്സുകാരിയായ ഒരു പൊന്നുമോള് മാത്രമാണ്. അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കട്ടെ. റബ്ബിന്റെ പരീക്ഷണം, റബ്ബിന്റെ തീരുമാനം എവിടെ എപ്പോൾ എങ്ങനെയെന്ന് പറയാൻ പറ്റൂല. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വരുന്നത് ഇന്നലകളിൽ കഴിഞ്ഞുപോയ കാര്യത്തെക്കുറിച്ച് നമ്മൾ ബേജാറാകാതിരിക്കുക. കൂടുതൽ ബേജാറായാൽ എന്താണ്? അള്ളാഹുവിന്റെ തീരുമാനത്തോട് പ്രതിഷേധം അറിയിക്കലാണ് എന്നാണ് അതിന്റെ അർത്ഥം. മനസ്സിലായില്ല? ഒന്ന് ശ്രദ്ധിക്കണേ. നമ്മൾ അതിൽ കൂടുതൽ ബേജാറായാൽ അള്ളാഹുവിന്റെ തീരുമാനമല്ലേ കഴിഞ്ഞത്, അതിനോട് എനിക്ക് തൃപ്തിയില്ല എന്നതിന്റെ ഒരു വെർഷനാണ് കൂടുതൽ ബേജാറുണ്ടാവുക. സ്വാഭാവികമായൊരു വേദന ഉണ്ടാവും, സ്വാഭാവികമായൊരു ബേജാറുണ്ടാവും. അതിനപ്പുറത്തേക്ക് ആ വേദനകൾ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് അത് വെച്ചു കൊടുക്കാൻ നമുക്ക് മനസ്സില്ല എങ്കിൽ ആരിഫീങ്ങളുടെ റൂട്ട് നമ്മൾ സ്വപ്നം കാണണ്ട. ഹുസ്ൻ എന്നാണ് പറയുക. രണ്ടാമത്തേതാണ് ഖൗഫ്, ഭയം. ഇതിൽ നിന്നും അള്ളാഹുവിന്റെ ഔലിയാക്കന്മാര് മുക്തി നേടിയവരാണ്. ഭയപ്പെടാൻ ഉണ്ടാവുക വരാനുള്ള കാര്യത്തിലാണ് ഭയം ഉണ്ടാവുക, അല്ലെ? കഴിഞ്ഞുപോയ കാര്യത്തിൽ പേടിയില്ലല്ലോ, അത് കഴിഞ്ഞുപോയി. നാളെ എന്ത് സംഭവിക്കും? അടുത്ത ആഴ്ച എന്റെ ബയോപ്സിയുടെ റിസൾട്ടാണ്, ഉറക്കില്ല. നാളെ എന്റെ പാസ്പോർട്ട് ശരിയാകുമോ? എന്റെ മകളുടെ വിവാഹം ഉറക്കുമോ? നാളത്തെ കാര്യത്തെക്കുറിച്ചുള്ള അമിതമായ ബേജാറ്, ഖൗഫ്, ഭയം. അടുത്ത നിമിഷം എന്ത് സംഭവിക്കും? അതേത് കാര്യത്തിലുമാകട്ടെ, അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ ആ ഒരു വിഷമമോ ആ ഒരു പേടിയോ തൊട്ട് തീണ്ടുകയില്ല. അതാണ് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ ആ 2 വിശേഷണം എടുത്തുകൊണ്ടാണ് പടച്ചവന്റെ അടുക്കൽ വലിയ സ്ഥാനമുള്ള അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരെ കുറിച്ച് അല്ലാഹു തആല വിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞത്. അലാ ഇന്ന ഔലിയാ അല്ലാഹ് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അലാ, അറിയണേ, ഇന്ന ഔലിയാ അല്ലാഹ്, നിശ്ചയമായും അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ, ലാ ഖൗഫുൻ, അവർക്ക് വരാനുള്ള കാര്യത്തെക്കുറിച്ച് പേടിയുള്ളവരല്ല, വലാഹും യഹ്സനൂൻ, കഴിഞ്ഞുപോയ കാര്യത്തിൽ അവർ വിഷമമുള്ളവരുമല്ല. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അടിവരയിട്ടുകൊണ്ടാണ് ആ 2 വിശേഷണങ്ങൾ പറയുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, അവരുടെ ചിന്ത എന്താണെന്നറിയുവോ? അവർ അല്ലാഹുവിൽ തവക്കുലുള്ള ആളുകളാണ്, അവർ പടച്ചവനിൽ തവക്കുലാക്കുന്ന ആളുകളാണ്. കഴിഞ്ഞുപോയ കാര്യങ്ങൾ അല്ലാഹുവിന്റെ തീരുമാനമാണ്. നാളെ വരാനുള്ള കാര്യം
കാര്യവും അള്ളാഹുവിന്റെ തീരുമാനത്തിലുള്ള കാര്യമാണ്. അതുകൊണ്ട് പടച്ചവനിലേക്കെല്ലാം അർപ്പിച്ചു മുന്നോട്ട് പോകുമ്പോൾ അവർ അള്ളാഹുവിന്റെ ആരിഫീങ്ങളുടെ വഴിയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നവരാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഈ രണ്ട് ക്വാളിറ്റി വളരെ സുപ്രധാനമായ ക്വാളിറ്റിയാണ്. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരുടെ പവർ എന്റെ പ്രിയപ്പെട്ടവരെ പറഞ്ഞാൽ തീരാത്തതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, സാധാരണ ഒരു മുഅ്മിനായ മനുഷ്യന്റെ പവർ, സാധാരണ ഒരു മുഅ്മിനായ മനുഷ്യന്റെ പവർ എത്രയാണ്? ഹബീബായ അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മസലുൽ മുഅ്മിനി ഇൻദല്ലാഹ്, ഒരു സാധാരണ നോർമൽ മുസ്ലിമായ ഒരു മുഅ്മിനായ മനുഷ്യൻ അള്ളാഹുവിന്റെ അടുക്കലുള്ള സ്ഥാനം കമലക്കിൻ മുഖറബിൻ ഔ കമാ ഖാല റസൂലുള്ളാഹി, ഒരു മുഖറബായ മലക്കിനെ പോലെയാണ് സാധാരണ ഒരു മുസ്ലിം. സാധാരണ മുസ്ലിം ആവണം. നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത് പേര് നല്ലൊരു പേരായാൽ, ഇപ്പൊ പിന്നെ അതുമില്ല. പേര് ചോദിച്ചാൽ വാപ്പാടെ പേര് കൂടി ചേർത്ത് ചോദിച്ചെങ്കിൽ അവൻ ഏതാ വകുപ്പെന്ന് നമുക്ക് മനസ്സിലാവും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇപ്പൊ ഉസ്താദന്മാർക്കൊക്കെ ഇതാണ് ഇപ്പൊ പരിപാടി. ഏതോ പാത്രം കൊട്ടുന്ന സൗണ്ട് പോലെയുള്ള, ഏതോ ചില്ല് പൊട്ടുന്ന അക്ഷരങ്ങൾ പോലെ ഏതോ അക്ഷരം എവിടെ നിന്നോ ബുക്കിൽ നിന്നോ നെറ്റിൽ നിന്നോ കണ്ടത് ഉസ്താദിനോട് വാട്സാപ്പ് ചെയ്ത് കൊടുക്കുക. ഇതിന്റെ അർത്ഥം എന്താണ്? അത് അള്ളാഹിന്റെ ദുനിയാവിലുള്ള ഒരു ഡിക്ഷണറിയിലും അതിന്റെ അർത്ഥം ഉണ്ടാവില്ല. എന്തെങ്കിലും തേങ്ങ മാങ്ങ ചക്ക ചേന എന്നൊക്കെ ഉണ്ടാവും എന്നതല്ലാതെ, അല്ലേ? ഉമ്മാടെയും ബാപ്പാടെയും പകുതി, ഉമ്മാടെ അക്ഷരം മറ്റേത്, ഇങ്ങനൊക്കെ ഔസാഫുകൾ ഒപ്പിച്ചാണ് ഇപ്പോഴത്തെ പേരുണ്ടാവുക. ആഖിറത്തിൽ പ്രത്യേകം പരിഗണിക്കുന്നത് നല്ല പേരുകളാണ്. നല്ല പേര് മക്കൾക്ക് ഉണ്ടാവണം. അല്ലാഹു തആല നല്ല ബറക്കത്തുള്ള മക്കളാക്കി തരട്ടെ. പേര് കൊണ്ടുപോലും ഇന്ന് ഇസ്ലാമിന്റെ സംസ്കാരത്തോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന ഒരു കാലമാണ്. നല്ല പേരിടണം മുഅ്മിനീങ്ങളെ, ഉമ്മമാരെ, സഹോദരിമാരെ. നമ്മുടെ മക്കൾക്ക് നല്ല പേര് നമ്മൾ ഇടണം. ആഖിറത്തിൽ അവർ തിരിഞ്ഞു നിന്ന് നമ്മളോട് ചോദ്യം ചെയ്യുമെന്നാണ് മോശമായ പേരിട്ട മക്കൾ. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അപ്പൊ കേവലം പേരുകൊണ്ട് മുസ്ലിം ആയാൽ പറ്റൂല. നമ്മളൊക്കെ മനസ്സിലാക്കുന്നത്, ഉസ്താദേ ഞാൻ മുസ്ലിമാണ്, ഞാൻ ഒന്നാം തരം മുസ്ലിമാണ്, ഞാൻ 22 ക്യാരറ്റ് മുസ്ലിമാണ്. കാരണം എന്റെ പേര് മുസ്ലിം പേരാണ്, എന്റെ പേര് മുസ്ലിം പേരാണ്, എന്റെ ഐഡന്റിറ്റി കാർഡിൽ മുസ്ലിം പേരാണ്, എന്റെ ആധാറിൽ മുസ്ലിം പേരാണ്, എന്റെ പാസ്പോർട്ടിൽ മുസ്ലിം പേരാണ്, എന്റെ ജമാഅത്തിലുള്ള രജിസ്റ്ററിൽ ഒന്നാം തരം മുസ്ലിം പേരാണ്, എന്റെ എല്ലാ റെക്കോർഡിലും മുസ്ലിം പേരാണ്. ഞാൻ മരിച്ചാൽ പള്ളിയിലേക്ക് കൊണ്ടുപോയി മയ്യത്ത് നിസ്കരിച്ചിട്ട് മുസ്ലിമീങ്ങളെ അടക്കുന്ന പള്ളിക്കാട്ടില് മയ്യത്ത് കൊണ്ടുപോയി അടക്കും. അതുകൊണ്ട് ഞാൻ മുസ്ലിമാണ്. ഇതൊക്കെ മുസ്ലിമാകുന്നതിന്റെ മാനദണ്ഡമാണോ? അല്ല. മുസ്ലിമീങ്ങൾക്ക് കിട്ടുന്ന കാര്യമാണോ? ഒക്കെ മുസ്ലിമായാൽ ഇങ്ങനെയാണ് ഉണ്ടാവുന്നത്. മുസ്ലിമാകുന്നതിന്റെ മാനദണ്ഡം ഇതൊന്നുമല്ല. അപ്പൊ പേരുകൊണ്ട് മുസ്ലിമായാൽ പറ്റൂല. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഒരു നല്ല മുസ്ലിമായാൽ ആ മുസ്ലിമിന്റെ പവർ എത്രയാണെന്നറിയുവോ? കമലക്കിൻ മുഖറബ്, മുഖറബായ ഒരു മലക്കിനെ പോലെയാണ്. മുഖറബായ ഒരു മലക്ക് സാധാ മലക്കല്ല. എന്താ കാരണം? മുഖറബായ മലക്ക്, ആ മലക്കിനെക്കാളും മനുഷ്യൻ ഉയരും, മനുഷ്യന് പവർ ഉണ്ട് എന്ന് നമ്മൾ ഒരുപാട് കാലം കൊണ്ട് കേൾക്കുക. എന്താ കാരണം? എന്താണ്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉമ്മമാരെ, പരിസരത്ത് ഈ വിനീതനെ സാഗോദം വീക്ഷിക്കുന്ന ഉമ്മമാരെ, അതിനുള്ള കാരണം എന്താ? മലക്കുകൾക്ക് തെറ്റ് ചെയ്യാനുള്ള പ്രകൃതിയില്ല. മലക്കുകൾക്ക് ഒരു തെറ്റും ചെയ്യാനുള്ള പ്രകൃതിയില്ല. അവർക്ക് അങ്ങനെ ചെയ്യാൻ കഴിയില്ല. അങ്ങനെ ഒരു പ്രോഗ്രാം അവർക്ക് അല്ലാഹു ചെയ്തിട്ടില്ല. പക്ഷെ മനുഷ്യനോ ഇമ്മാ ശാക്കിറൻ വ ഇമ്മാ കഫൂറാ. രണ്ട് റൂട്ടും അല്ലാഹു മനുഷ്യനും ജിന്നിനും മാത്രമാണ് നിർണയിച്ചു കൊടുത്തത്. അപ്പൊ തെറ്റു ചെയ്യാനുള്ള വഴികൾ മുമ്പിലുണ്ടായിരിക്കെ ശരികൾ മാത്രം തിരഞ്ഞെടുക്കുന്നവരുടെ പവർ ചെറുതല്ല. നമ്മൾ മലക്കിനെ പോലെ ആയിരുന്നെങ്കിൽ ഒരു ചർച്ചയും ഇവിടെ ഇല്ലല്ലോ. തെറ്റ് ചെയ്യാൻ ഒരു റൂട്ട് അവർക്കില്ല, മലക്കുകൾക്കില്ല. പക്ഷെ തെറ്റിലേക്ക് പോകാനുള്ള റൂട്ട് അള്ളാഹുവിന്റെ ദുനിയാവിലുണ്ട്. അതിലേക്ക് പോകാതെ ശരികളെ മാത്രം തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോയാൽ മലക്കുകളെക്കാൾ വലിയ പവറാണ്, മനുഷ്യന് മാത്രമുള്ള പവറാണ്.
ലോകത്തിലുള്ള എല്ലാ ജീവികളും, എല്ലാ ജന്തുക്കളും, എല്ലാ സസ്യങ്ങളും, എല്ലാ ചരാചരങ്ങളും സർവ്വതും മനുഷ്യന് വേണ്ടി അല്ലാഹു തആല പടച്ചിരിക്കുകയാണ്. മനുഷ്യനോ അല്ലാഹുവിന് വേണ്ടി സൃഷ്ടിച്ചതാണ്. അതുകൊണ്ട് അവർക്ക് ചൂസ് ചെയ്യാനുള്ള അവകാശമില്ല, അല്ലേ? അപ്പുറത്തെ പറമ്പിലേക്ക് നമ്മുടെ കന്നുകാലി, നമ്മുടെ പശു, നമ്മുടെ പോത്ത്, നമ്മുടെ കാള, ഏതെങ്കിലും ഒരു മൃഗം അപ്പുറത്തെ പറമ്പിലേക്ക് പോയി അവിടെയുള്ള തെങ്ങൻ തൈ കടിച്ചു തിന്നാൽ അപ്പുറത്തെ വീട്ടുകാരൻ ഒരിക്കലും ആ പശുവിനോട് വയത് പറയാറില്ല. ആരോടാ പറയാ? അതിന്റെ ഉടമസ്ഥനായ മനുഷ്യനോടാ. നാൽക്കാലി ചെയ്ത തെറ്റുപോലും മനുഷ്യന്റെ പുറത്താണുള്ളത്. അവർക്ക് തെറ്റില്ല. അവർക്ക് ആരോടും ഇണചേരാം, ഏത് പറമ്പിലും കയറാം, ഏത് കണ്ടതും തിന്നാം, എന്തും കുടിക്കാം. അടിസ്ഥാനപരമായി ഈ ലോകം സംവിധാനിച്ച് സ്വർഗ നരകങ്ങൾ പരലോകത്തിൽ വെച്ച് കാത്തിരിക്കുന്ന ഒരു മറക്കപ്പുറം അല്ലാഹു വെച്ചിരിക്കുന്ന അത്യത്ഭുതകരമായ സൃഷ്ടി വിഭാഗമാണ് മനുഷ്യൻ. സുബ്ഹാനല്ലാഹ്, വലിയ അത്ഭുതമാണ് മനുഷ്യന്റെ കാര്യം. അതുകൊണ്ട് നമുക്ക് വലിയ ഉത്തരവാദിത്തമുണ്ട്. ആരിഫീങ്ങളുടെ റൂട്ട് നമ്മൾ ചർച്ച ചെയ്യുമ്പോ, ഔലിയാക്കന്മാരുടെ റൂട്ട് നമ്മൾ ചർച്ച ചെയ്യുമ്പോ, അള്ളാഹുവിന്റെ മഹത്തുക്കളുടെ റൂട്ട് ചർച്ച ചെയ്യുമ്പോ, വലിയുല്ലാഹി പോക്കറുപ്പാപ്പ നവ്വറല്ലാഹു മർഖദഹു ബഹുമാനപ്പെട്ടവരുടെ റൂട്ട് ചർച്ച ചെയ്യുമ്പോൾ സൂറത്തുൽ മുഅ്മിനൂൻ എന്ന് പറയുന്ന ആ സൂറത്തിന്റെ ആദ്യത്തെ ഒരു ഭാഗം, എന്റെ പ്രിയപ്പെട്ടവര്, മനുഷ്യനെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കൊടുത്തിട്ടുള്ള അത്യത്ഭുതകരമായ ജീവിതത്തെ കുറിച്ച്, അവന്റെ വളർച്ചയെക്കുറിച്ച്, അവന്റെ മരണത്തെക്കുറിച്ച്, ഒരു പരലോകത്തെക്കുറിച്ച് ഒരു ആയത്തിൽ തന്നെ അടക്കം ചെയ്യപ്പെട്ടിട്ടുണ്ടോ? അത് സൂറത്തുൽ മുഅ്മിനൂനിൽ മാത്രമാണ്. അതിന്റെ തുടക്കത്തിൽ അല്ലാഹു പറയുകയാണ്, വലഖദ് ഖലഖ്നൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ സുമ്മ ജഅൽനാഹു ഫീ ഖറാരിൻ മകീൻ സുമ്മ ഖലഖ്നൻ നുത്ഫത അലഖതൻ ഫഖലഖ്നൽ അലഖത മുദ്ഗതൻ ഫഖലഖ്നൽ മുദ്ഗത ഇളാമൻ ഫകസൗനൽ ഇളാമ ലഹ്മാ സുമ്മ അൻശഅനാഹു ഖൽഖൻ ആഖർ ഫതബാറകല്ലാഹു അഹ്സനുൽ എന്നിട്ടും അല്ലാഹു തആല അവിടെ നിർത്തുന്നില്ല. അല്ലാഹു തആല അവിടെ നിർത്തുന്നില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ആ പറഞ്ഞതിന്റെ ചെറിയൊരു ആശയം ഞാൻ പറയുകയാണ്. ബീജത്തുള്ളയിൽ നിന്ന് അല്ലാഹു തആല രൂപമാറ്റം കൊടുത്ത് രക്തക്കട്ടയാക്കി, മാംസക്കട്ടയാക്കി, എന്നിട്ട് എല്ലാക്കി, എല്ലിനെ മാംസം കൊണ്ട് അതാ എല്ലിനെ പതിയുകയാണ്. എന്നിട്ട് അല്ലാഹു പറയുകയാ, അല്ലാഹു മനോഹരമായ രൂപമായിട്ട് രൂപാന്തരപ്പെടുത്തി. എന്നിട്ട് പടച്ച തമ്പുരാൻ പറയുകയാണ്, ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. ഇത്ര മനോഹരമായ സൃഷ്ടിപ്പ് നടത്തിയ പടച്ച തമ്പുരാൻ, ജഗദീശ്വരനായ നാഥൻ, ജഗന്നിയന്താവായ തമ്പുരാൻ എത്ര പരിശുദ്ധനാണ്, പരിശുദ്ധനാണ്, പരിശുദ്ധനാണ്. സുബ്ഹാനല്ലാഹ്. ഒരാൾക്കും തർക്കമുണ്ടോ? അല്ലാഹു തആല സൃഷ്ടിപ്പ് നടത്തിയ കാര്യത്തിൽ പരിശുദ്ധനാണെന്ന് അല്ലാഹു തആല സ്വമേധയാ അവകാശപ്പെടുമ്പോൾ അവിടെ ഒരു ചോദ്യം നമ്മൾ ചോദിക്കാനുണ്ട്, നമ്മോട് ചോദിക്കാനുണ്ട്. അപ്പോഴേ ഇതിന്റെ അർത്ഥം മനസ്സിലാവും. എന്താ ചോദ്യം എന്നറിയോ? ഇന്ന് വലിയ ടെക്നോളജി ഡെവലപ്മെന്റിലാണ്, അല്ലേ? സെക്കൻഡിൽ ശാസ്ത്രം വളരുന്നു എന്ന് പറയപ്പെടുന്നു. 40 കോടി കിലോമീറ്ററുകൾക്കപ്പുറത്തുള്ള ചുവന്ന ഗ്രഹമെന്ന ചൊവ്വാഗ്രഹത്തിലേക്ക്, മാർസിലേക്ക് സ്പേസ് എക്സ് എന്ന് പറയുന്ന ട്രാൻസ്പോർട്ടേഷൻ നടത്തിയിട്ട് ലോകത്തിലെ ഏറ്റവും വലിയ സയന്റിസ്റ്റും ബുദ്ധിജീവിയും അല്ല, അദ്ദേഹത്തിനെ കുറിച്ച് ഏലിയനാണെന്ന് പോലും യൂറോപ്പിൽ ചർച്ചയുണ്ട്. അന്യഗ്രഹ ജീവിയാണെന്ന് പോലും എലോൺ മസ്കിനെ കുറിച്ച് ചർച്ചയുണ്ട്. അത്രയും വലിയ കോടീശ്വരനായ സയന്റിസ്റ്റായ ബുദ്ധിജീവിയായ അന്യഗ്രഹത്തിൽ നിന്ന് വന്ന മറ്റൊരു ജീവിയാണോ എന്ന് പോലും സയന്റിസ്റ്റുമാരുടെ ഇടയിൽ ചർച്ചയുള്ള എലോൺ മസ്ക് നടത്തുന്ന ശാസ്ത്രീയമായ വിപ്ലവം
എത്ര വലിയ വിപ്ലവങ്ങളാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അങ്ങനെ വലിയ വലിയ അത്ഭുതങ്ങൾ മറ്റ് ഗ്രഹങ്ങളിലേക്ക് മനുഷ്യൻ പാർപ്പിടമൊരുക്കി കാത്തിരിക്കുമ്പോൾ, അല്ലെങ്കിൽ അത് സംവിധാനിക്കാൻ 2035 ആദ്യത്തെ ബാച്ചിനെ കൊണ്ടുപോകുമെന്നാണ് പറയുന്നത് ചൊവ്വാഗ്രഹത്തിലേക്ക്. അതിനുള്ള ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തിനാ ഇത് പറഞ്ഞത്? ഇത്രയും വലിയ ഡെവലപ്മെന്റുകൾ നടന്നിട്ടും ഏതെങ്കിലും ഒരു സയന്റിസ്റ്റ് പറഞ്ഞിട്ടുണ്ടോ? ലോകത്തൊരുപാട് തിയറികൾ കൊടുത്ത, ഒരുപാട് സിദ്ധാന്തങ്ങൾ സമ്മാനിച്ച, ഒരുപാട് സമ്മാനിച്ച ലോകത്തിൽ അറിയപ്പെട്ട വലിയ വലിയ സയന്റിസ്റ്റുമാരുണ്ട്, ബുദ്ധിജീവികളുണ്ട്, തത്വജ്ഞാനികളുണ്ട്. തത്വജ്ഞാനവും സയൻസും കൂടി സമ്മിശ്രമായി ലോകത്ത് അവതരിപ്പിച്ച ഗലീലിയോ ഉണ്ടല്ലോ, ലോകത്ത് ടെലസ്കോപ്പ് കണ്ടുപിടിച്ച ഗലീലിയോ ഉണ്ടല്ലോ, വാനനിരീക്ഷണത്തിന് തുടക്കമിട്ടു എന്ന് പറയുന്ന ഗലീലിയോ ഉണ്ടല്ലോ. ആ ഗലീലിയോ പറഞ്ഞിട്ടുണ്ടോ മനുഷ്യന്റെ ഏതെങ്കിലും ഒരു അവയവം അങ്ങനെയല്ലായിരുന്നു വേണ്ടതെന്ന്? ഒരു 3 കണ്ണുണ്ടായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന്, അല്ലെങ്കിൽ മനുഷ്യന് ഒരു കണ്ണ് മാത്രമായിരുന്നു നല്ലത് എന്ന്. കണ്ണിന്റെ പുരുകത്തെ കുറിച്ചൊരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ? മനുഷ്യന്റെ തലമുടി രോമത്തെ കുറിച്ചൊരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ? 10 വിരലല്ലായിരുന്നു വേണ്ടത്. എന്റെ പ്രിയപ്പെട്ടവരെ, അതിനുശേഷം ലോകത്തെ ഞെട്ടിച്ച ഗ്രാവിറ്റി എന്ന് പറയുന്ന തിയറി കൊണ്ടുവന്ന ഈ ഭൂമിയിലെ അന്തർഭാഗത്തേക്ക്, ഭൂമിയിലേക്ക് വസ്തുക്കളെ വലിക്കുന്നു എന്ന് പറഞ്ഞ് നമുക്കറിയാം. സർ ഐസക് ന്യൂട്ടൻ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ഉണ്ടല്ലോ. ഒരുപാട് തിയറികൾ ഇപ്പോഴും നമ്മുടെ സ്കൂളിൽ വിദ്യാർത്ഥികൾ പഠിക്കുന്നത് അദ്ദേഹത്തിന്റെ തിയറികൾ എളുപ്പമായതുകൊണ്ട്, അദ്ദേഹത്തിന്റെ തിയറികൾ പിന്നീട് 200 വർഷത്തിന് ശേഷം വന്ന എന്റെ പ്രിയപ്പെട്ടവരെ ആൽബർട്ട് ഐൻസ്റ്റീൻ തിരുത്തിയിട്ട് പോലും ഇപ്പോഴും വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് സർ ഐസക് ന്യൂട്ടന്റെ തിയറി. ആ ഐസക് ന്യൂട്ടൻ പറഞ്ഞിട്ടുണ്ടോ 5 കയ്യിലുള്ള 5 വിരൽ പോരാ, 6 വിരലുണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന്. അതിനുശേഷം വന്ന ആൽബർട്ട് ഐൻസ്റ്റീൻ =mc² എന്ന് പറയുന്ന തിയറിയിലൂടെ, ഇക്വേഷനിലൂടെ ലോകത്തെ അത്ഭുതം സൃഷ്ടിച്ചിട്ടില്ല. വലിയ പ്രതിഭയായ അദ്ദേഹത്തിന്റെ തലച്ചോറ് പോലും മരണപ്പെട്ടതിന് ശേഷം മോഷണം പോയിട്ടുണ്ട്. ആ മോഷ്ടിച്ച തലച്ചോറ് സാധാരണ മനുഷ്യരുടെ തലച്ചോറുമായിട്ട് എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടോ എന്നറിയാൻ ഡോക്ടർമാർ അടിച്ചു മാറ്റിയിട്ട് പര്യവേക്ഷണം നടത്തിയിട്ടില്ല, ഒരുപാട് പഠനം നടത്തിയിട്ടുള്ള. അത്രത്തോളം ലോകത്തെ ഞെട്ടിച്ച ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞിട്ടുണ്ടോ മനുഷ്യന്റെ കാൽവിരലിൽ ഒരു കാൽവിരൽ വേണ്ടായിരുന്നു, 4 വിരൽ മതിയായിരുന്നു എന്ന്. ഏതെങ്കിലും അല്ലാഹു കൊടുത്ത മനുഷ്യ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു രോമത്തെ കുറിച്ച് എന്റെ പ്രിയപ്പെട്ടവരെ അഭിപ്രായം പറയാൻ ഈ ഐൻസ്റ്റീന് ശേഷം ഈ അടുത്ത് അമേരിക്കയുടെ സ്വകാര്യ അഹങ്കാരമായിരുന്ന സ്റ്റീഫൻ ഹോക്കിംഗ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ഉണ്ടല്ലോ. ദ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്ന് പറയുന്ന ഗ്രന്ഥം ഉൾപ്പെടെ ലോകത്ത് ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിച്ച, തമോഗർത്തത്തിന് പുതിയ അപവാദങ്ങൾ കൊണ്ടുവന്നിട്ടില്ല, ബ്ലാക്ക് ഹോളുകൾ എന്താണെന്ന് പരിചയപ്പെടുത്തിയിട്ടില്ല, ഒരുപാട് രോഗാതുരമായ അവസ്ഥയോട് പോരാടിയിട്ട് ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്തി അടുത്ത് മരണപ്പെട്ടു പോയ സ്റ്റീഫൻ ഹോക്കിംഗ് പറഞ്ഞിട്ടുണ്ടോ മനുഷ്യ ശരീരത്തിൽ ഏതെങ്കിലും ഒരു അവയവത്തെ കുറിച്ച് എന്തെങ്കിലും ഒരു ന്യൂനത പറഞ്ഞിട്ടുണ്ടോ? അവിടെയാണ് ചിന്തിക്കേണ്ടത്. ഇത്രയും മനോഹരമായി സൃഷ്ടിച്ച പടച്ചവൻ എത്ര പരിശുദ്ധനാണ്. എന്നിട്ട് അല്ലാഹു തആല അവിടെ നിർത്തുന്നില്ല. സുമ്മ ഇന്നക്കും ബഅദ ദാലിക ലമയ്യിതൂൻ. തൊട്ടടുത്ത് പറയാണ്, ജനിച്ചതിന് ശേഷം തൊട്ടടുത്ത് പറയാണ് സുമ്മ ഇന്നക്കും ബഅദ ദാലിക ലമയ്യിതൂൻ, പിന്നെ നിശ്ചയമായും നിങ്ങൾ മരിപ്പിക്കും കേട്ടോ. അവിടം വരെ ലോകത്ത് മുഴുവൻ നിരീശ്വരവാദികൾ അടക്കം വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ അതിനുശേഷം അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു അതിനുശേഷം നിങ്ങളെ ബഅസ് ചെയ്യിപ്പിക്കും, നിങ്ങളെ അല്ലാഹു തആല പുനരുജ്ജീവിപ്പിക്കും. അവിടം മുതൽ തുടങ്ങുന്ന കൃത്യമായ ചലന നിശ്ചലങ്ങൾ. എങ്ങനെയാണ് ഖബറിൽ നിന്ന് എഴുന്നേൽക്കുക, എങ്ങനെയാണ് എഴുന്നേറ്റ് നിൽക്കുക, എങ്ങോട്ടാണ് പോവുക, എന്താണ് അവന്റെ ലക്ഷ്യം, ആ സമയത്ത് ആ മനുഷ്യൻ പറയുന്നത് എന്താണ്, അവൻ എങ്ങോട്ടാണ് ഓടുന്നത്, എല്ലാം അവിടം മുതൽ സ്വർഗമാണെങ്കിൽ അവിടെ, നരകമാണെങ്കിൽ അവിടെ കൃത്യമായി ലോകത്തോട് സംസാരിച്ച് സംവദിച്ചൊരു മതം ഇസ്ലാം അല്ലാതെ വേറൊന്നുമില്ല.